Hi all, welcome back to another video. So lot of requests ഉണ്ടായിരുന്നു നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് CMA ഇന്റർ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന്. കാരണം കണ്ടിന്യൂസ്ലി ആസ്കിങ് എന്നാണ് നമ്മളുടെ CMA ഇന്റർ ജൂൺ 2025 ബാച്ച് അനൗൺസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് ലോട്ട് ഓഫ് പ്രീ ബുക്കിംഗ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹിയർ ഞാൻ ഇത് ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ത്രൂ ജസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ ഒരു രണ്ട് സബ്ജക്റ്റിൻ്റെ റെക്കോർഡ് ക്ലാസ്സിൻ്റെയും ലോഞ്ചാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് ത്രൂ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ, ജൂൺ 2025 നമ്മളുടെ പ്ലാൻ എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് തിങ്, വി ആർ വെരി ഹാപ്പി ബിക്കോസ് ഹെവിലി സക്സസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ബാച്ച്, അതായത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബാച്ചും ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ബാച്ചും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഡിസംബർ എക്സാംസിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവ്രിബഡി ആർ ആക്ച്വലി റിയലി ഹാപ്പി. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞയച്ചുള്ളത്. നമ്മൾ ഇനി കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് CMA ജൂൺ 2025 FA ആൻഡ് CA ബാച്ചിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ എവ്രിതിങ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. സോ വിതൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് FA ആൻഡ് CA ബോത്ത് ആർ റെക്കോർഡഡ് ക്ലാസ്സസ്. ഓക്കെ, ഈ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് ബേസിക്കലി കവർ ചെയ്യുന്നത്, അത് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് യു വിൽ ഗെറ്റ് 100% കോൺഫിഡൻസ് ആൻഡ് 100% ഹാപ്പിനെസ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് 100% കോൺഫിഡൻസ് ആൻഡ് 100% ഹാപ്പിനെസ് ഈസ് നോട്ട് ജസ്റ്റ് മൈ പ്രൊഡക്റ്റ് ടാഗ് ലൈൻ, ഇറ്റ്സ് മൈ ഗ്യാരണ്ടി. So definitely you will get 100% confidence and also 100% happiness. And this one is beautiful. Happiness. Definitely you feel like happiness. Because നിങ്ങൾ മുമ്പ് പലതും ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ കേൾക്കാത്ത പല പെർസ്പെക്റ്റീവ്സും, നിങ്ങൾ അറിയാത്ത പല കോൺസെപ്റ്റ്സുകളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസറിലേക്ക് എത്താൻ മാത്രമല്ല, ഇറ്റ്സ് എ കോൺഫിഡൻസ് ബൂസ്റ്റർ, ഇറ്റ്സ് എ ഹാപ്പിനെസ് ബൂസ്റ്റർ. സോ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ്. അത് പറഞ്ഞറിയിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ബൈ ദ ക്ലാസ്സസ് and courses, definitely you feel confidence and you feel happiness also. ഇത്തരത്തിൽ ഹാപ്പി ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ റിവ്യൂ നമ്മുടെ ഇൻസ്റ്റഗ്രാം എന്താ പറയുക ചാനലിലുണ്ട്. സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് യു വിൽ ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഐഡിയ. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് പോയിന്റ് ഈസ് 100% കോൺഫിഡൻസ് ആൻഡ് ഹാപ്പിനെസ്. രണ്ടാമത്തെ പോയിന്റ് ഈസ് 100% കോൺസെപ്ച്വൽ ക്ലാരിറ്റി. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ ഏത് ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞാലും യു ഗെറ്റ് 100% ക്ലാരിറ്റി. 100% ക്ലാരിറ്റി. നിങ്ങൾക്ക് മുമ്പൊരു പ്രയർ നോളജ് ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ചസ്, ബോട്ടം ലെവലിൽ നിന്ന് അടിത്തട്ടൊക്കെ ഇറങ്ങിയെടുത്ത് അവിടുന്ന് ഡിസ്കഷൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഡിസ്കഷൻസിലൂടെയാണ് ടോപ്പിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് 100% കോൺസെപ്ച്വൽ ക്ലാരിറ്റി. സോ ഈ 100% കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ യു ഡെഫിനറ്റ്ലി ഫീൽ ഹാപ്പിനെസ്, ഓൾസോ ഫീൽ കോൺഫിഡൻസ്. ദ പോയിന്റ് നമ്പർ 3 ഇസ് എവ്രിതിങ് യു നീഡ് ടു ഗെറ്റ് എക്സാംഷൻ ഇസ് ഡിസ്കസ്ഡ്. ഒരു കുട്ടിക്ക് FAയിൽ എക്സാംഷൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലതും ക്ലാസ് റൂം ഡിസ്കഷനിൽ എന്തായാലും ഉണ്ടാവും. സോ എക്സാംഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ശ്രദ്ധിക്കണം, 120 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. അതിൽ നമുക്ക് 60+ മാർക്കാണ് എക്സാംഷൻ ആവശ്യമുള്ളത്. ഒരു എക്സാംഷൻ ആവശ്യമായിട്ടുള്ള എല്ലതും 60 നമ്മൾ ജസ്റ്റ് പറയുന്നത്, 60 ആണ് എക്സാംഷൻ കിട്ടാൻ ആവശ്യമുള്ളത്. സോ ഡെഫിനറ്റ്ലി ദിസ് ക്ലാസ് ഡിസൈൻ ടു ഗെറ്റ് എക്സാംഷൻസ് എന്നാണ് പറയുക. സോ ഡെഫിനറ്റ്ലി അത് ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ക്ലാസ്സസിൻ്റെ ഓരോ ഡിസ്കഷൻ്റെയും ക്വാളിറ്റി, പ്രോബ്ലം സോൾവിൻ്റെ ക്വാളിറ്റി. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാംഷൻ കിട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സിൽ സെർവ് ചെയ്യുന്നുണ്ട്. അത് FA ആണെങ്കിലും CA ആണെങ്കിലും സെർവ് ചെയ്യുന്നുണ്ട്. Another point is full syllabus coverage. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എവറി ഹെഡിങ്സ്, എവറി ടോപ്പിക്, എവറി ചാപ്റ്റേഴ്സ്, എവറിത്തിങ് ഇസ് ഡിസ്കസ്ഡ്. 100% ഡിസ്കസ്ഡ്. അതായത് ഒരു ടോപ്പിക്ക് പോലും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. എല്ലതും ഇപ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ബാങ്ക് റിക്കൺസിലേഷൻ, ഡീറ്റെയിൽഡ് ബാങ്ക് റിക്കൺസിലേഷൻ ക്ലാസ്സസ്, റെക്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ക്ലാസ്സസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾസ് ആ ഏരിയ. അങ്ങനെ നോർമലി പിള്ളേർക്ക് കിട്ടാത്തത് ജോയിൻമെന്റ്, കൺസൈൻമെന്റ്, whatever the topic. So amalgamation, conversion, sale, ഈ ടോപ്പിക്സ് എല്ലതും ഈ പാർട്ണർഷിപ്പ് ഡീറ്റെയിൽ 100% ഡീറ്റെയിൽ. സോ ലൈക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, എവറി തിയറീസ്, എവറി പ്രോബ്ലംസ്, എവറിത്തിങ് CA ഇന്റർമീഡിയറ്റ് ലെവൽ,
ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. സോ ഫുൾ സിലബസ് ഇസ് ആക്ച്വലി കവേർഡ്. സോ ഇൻ ഡെപ്ത് ഡിസ്കഷൻ വൈൽ സോൾവിങ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ വായിക്കുക എന്തെങ്കിലും ചെയ്യാൻ പോവുക അങ്ങനെയല്ല. ഇൻ ഡെപ്ത് ഡിസ്കഷൻ വൈൽ സോൾവിങ് പ്രോബ്ലംസ്, എവറി പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് ആ പോയിന്റ്സിലേക്ക് എൻ്റർ ചെയ്ത് ആ ഓരോ വേർഡ്സിനെ കീറി മുറിച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഡിസ്കസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ഓരോ നമ്പറും ഓരോ വേർഡും എങ്ങനെ എഴുതി എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്തിട്ട് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടാവുക. സോ ഇൻ ഡെപ്ത് ഡിസ്കഷൻ വൈൽ സോൾവിങ് പ്രോബ്ലം യു വിൽ ഗെറ്റ്. അനദർ പോയിന്റ് ഇസ് ഷെയറിംഗ് സുപ്പീരിയർ മൈൻഡ് സെറ്റ് to get exemption. This class is FA or CA class. It's not just about learning things as debit credit അങ്ങനെ ഒന്നല്ല. It's also get a superior mindset. Every topic we're discussing, we are sharing a lot of mindsets. You get a superior mindset to get exemption. Another point is solving CA inter questions as well. അതായത് CA inter ഈ ചാപ്റ്റർ ഒക്കെ പണ്ട് CA inter കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും പല ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് റെലവെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ CA ഇന്റർന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മളുടെ എന്താ പറയുക ഈ പറഞ്ഞിട്ടുള്ള AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മളെ ബുക്കിൽ വളരെ കുറച്ചുള്ളൂ സാർ. CA ഇന്റർ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മെനി ചാപ്റ്റേഴ്സ് ആക്ച്വലി CA ഇന്റർ വെച്ച് നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട്. സോ CA ഇന്റർ ക്വസ്റ്റ്യൻസ് ആർ സോൾവ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ ബുക്കിൽ, നമ്മളുടെ കോഴ്സിൽ. അത് ഏത് FA ആണെങ്കിലും CA രണ്ടിലും ഉണ്ട്. ഓക്കെ അല്ലേ? ഡിസ്കസിങ് റെലവെന്റ് MCQs ടൈം ടു ടൈം. സോ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള പ്രോബബിലിറ്റി ഉള്ള MCQs ഓൾസോ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്ത പോയിന്റ് സോൾവിങ് പാസ്റ്റ് ഇയർ CMA ഇന്റർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇത് പറയുമ്പോൾ 2022 സിലബസ് ലോഞ്ച് ചെയ്തതിന് ശേഷം 2024 ഡിസംബർ വരെ, ഇനിയിപ്പോൾ 2025 ഡിസംബർ അറ്റംപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത്രയും വർഷം ചോദിച്ചിട്ടുള്ള എല്ലാ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബ്ലംസ് MCQs എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ ഡീറ്റെയിൽഡ് ചെയ്ത് വീഡിയോ ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് പോയിന്റ് പറയുമ്പോൾ പോയിന്റ് നമ്പർ 1 to പോയിന്റ് നമ്പർ 8 ഇല്ലേ, ഇത് ഓൾറെഡി നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കോഴ്സ് വാങ്ങുന്ന സമയത്ത് പോയിന്റ് നമ്പർ 1 to പോയിന്റ് നമ്പർ 8 ഈസ് ഓൾറെഡി അവൈലബിൾ ആണ്. പോയിന്റ് നമ്പർ 9 ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, റെക്കോർഡിംഗ് ഗോയിങ് ഓൺ ആണ്, അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ സോൾവ് ചെയ്യേണ്ടത് ജനുവരിയിലല്ലോ. നമ്മൾ പഠനം കഴിഞ്ഞിട്ടാണ്, റിവിഷൻ്റെ സമയത്താണ് എന്ത് ചെയ്യുക, സോൾവ് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. സോ അപ്പോഴേക്കല്ല, വളരെ നേരത്തെ തന്നെ അതൊക്കെ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. സോ എവറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ്, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡീൽ ചെയ്യലല്ല, എല്ലാത്തിൻ്റെയും ആൻസർ ചെയ്ത് കാണിച്ച് തന്ന് പഠിപ്പിച്ചിട്ടാണ് വിടുക. സോൾവിങ് പാസ്റ്റ് ഇയർ CMA ഇന്റർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് വെൽ. അത് നമുക്കിനി അപ്ഡേറ്റ് ചെയ്യാനുണ്ടാവും നമ്മുടെ ആപ്പിലേക്ക്. നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ ഈ വീഡിയോ ചെയ്തിട്ടില്ലെന്ന്, നമ്മൾ ഇത്തവണ അത് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് സോൾവിങ് ഓൾ MCQ ഫ്രം സ്റ്റഡി മെറ്റീരിയൽ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം മക്കളെ, ഒരു 500 മാർക്കിൻ്റെ MCQs നമ്മളൊരു CA3 എൻഡ് ഗെയിം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് 250 MCQs ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള ഏകദേശം ഒരു എല്ലാ ചാപ്റ്റേഴ്സിനും ശേഷം MCQസിൻ്റെ ഏരിയാസ് ഉണ്ട്. സോ എവറി MCQs ഡീറ്റെയിൽഡ് ആയിട്ട് സോൾവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ പോയിന്റ് നമ്പർ 1 to 8 ഈസ് ഓൾറെഡി അവൈലബിൾ ഇൻ ദി ആപ്ലിക്കേഷൻ. ആൻഡ് പോയിന്റ് നമ്പർ 9 ആൻഡ് പോയിന്റ് നമ്പർ 10 നമ്മൾ ഇനി റെക്കോർഡിങ്ങിലാണ്, അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യും. ആക്ച്വലി നമുക്കിത് ഈ സമയത്ത് ആവശ്യമില്ല, നമുക്കത് ആവശ്യമുള്ളത് ആക്ച്വലി ഏപ്രിൽ മെയ് ആ ഒരു സമയങ്ങളിലാണ് അത് ആക്ച്വലി ആവശ്യമുള്ളത്. സോ ഇതാണൊരു ഓവറോൾ ഐഡിയ എബൌട്ട് നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സസ്. കംഫർട്ടബിൾ ആണല്ലോ? ഇനി നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ക്ലാസ് ബൈ ചെയ്ത് റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ചയിലേക്ക് വരുന്നത്. ഹോപ്പ് യു ഓൾ മനസ്സിലായിട്ടുണ്ടാവും ഇത്രയും പോയിന്റ്സിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ ആണല്ലോ? സോ നമ്മൾ അടുത്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ പ്ലാൻ ഫോർ 2025 ജൂൺ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം, അതിപ്പോൾ FA ആണെങ്കിൽ FA, അല്ലെങ്കിൽ CA ആണെങ്കിൽ CA, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം ഫുൾ 100% റെക്കോർഡിംഗ് ഈസ് അവൈലബിൾ, റൈറ്റ്? ഓക്കെ അല്ലേ? 100% റെക്കോർഡിംഗ് അവൈലബിൾ അല്ലേ? ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതല്ലേ? ഓക്കെ. സോ നിങ്ങൾ ഫസ്റ്റ് FA വരുമ്പോൾ കോഴ്സ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടാവും, FAയിലും CAയിലും ഉണ്ടാവും. ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യുന്നത്, ഫുള്ള് ഒരു തവണ കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനുശേഷം നിങ്ങൾ FAയിൽ ഞാൻ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യണത് ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദി സ്ക്രാച്ചസ്. ഞാൻ സ്കൂളിൽ നിങ്ങൾ ആദ്യം +1 വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ടീച്ചർ എങ്ങനെയാണോ അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങളിലേക്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത്,
അവിടുന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടിങ് ഫ്രം ഫൈനൽ അക്കൗണ്ട്, നോൺ പ്രോഫിറ്റ്, ഇൻകംപ്ലീറ്റ്, അങ്ങനൊന്നുമല്ല. ഇറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം FA ബേസിക്സ്. FA ബേസിക്സ്, വാട്ട് ഈസ് അസറ്റ്, വാട്ട് ഈസ് ലയബിലിറ്റി, വാട്ട് ഈസ് ക്യാപിറ്റൽ, വാട്ട് ഈസ് എക്സ്പെൻസ്, വാട്ട് ഈസ് ഇൻകം, ഹൗ ടു പാസ് ജേർണൽ എൻട്രി, ഹൗ ടു പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ്, ഹൗ ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്, ഹൗ ടു ദാറ്റ് ദിസ് ബ്ലാ ബ്ലാ ബ്ലാ, എവറിത്തിങ് ഇസ് ഡിസ്കസ്ഡ് ആക്ച്വലി. സോ വെരി ബേസിക്സ്, ബോട്ടം ലെവൽ എവറിത്തിങ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ FA ബേസിക്സ് വന്ന് ഫസ്റ്റ് FA ബേസിക്സ് ക്ലാസ് കണ്ട് നമ്മൾ എങ്ങനെയാണോ ചാപ്റ്റേഴ്സിനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ ഓർഡറിൽ തന്നെ വേണം നിങ്ങൾ ചാപ്റ്റേഴ്സ് കാണാൻ. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഓർഡറിലല്ല നമ്മൾ ചാപ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഐ പേഴ്സണലി ഫീൽ ദിസ് ബെസ്റ്റ് ഓർഡർ, നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യണം. ഇപ്പോൾ CA ആണെങ്കിലും ഫസ്റ്റ് ഷെയർസ് ആണ് ചാപ്റ്റർ, അത് കാണണം. പിന്നെ അവിടുന്ന് അങ്ങനെ 1 by 1 കാണണം. നിങ്ങളിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇത് അറിയാം അതറിയാം, അപ്പോൾ ആ ചാപ്റ്റർ കാണാം, ഈ ചാപ്റ്റർ കാണാം, അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ മതി, നിങ്ങളുടെ ചോയ്സ്. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. സോ ഈ ഒരു ചാപ്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തത് അങ്ങനെ ചെയ്യണം. അത് കാണുന്നത് മാത്രമല്ല, യു ഹാവ് പ്ലെൻറ്റി ഓഫ് വർക്ക്. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എത്ര ഫീസ് കൊടുത്ത് പഠിച്ചോ അതിൻ്റെ ഇരട്ടി വർക്ക് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യാനുണ്ട്. കാരണം എൻ്റെ പേഴ്സണൽ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് വാങ്ങിയാൽ കമ്മിങ് അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സായി പോയി എക്സംഷൻ വാങ്ങിയ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടണമെന്നാണ്. സോ ദാറ്റ്സ് വൈ ഞാൻ അതിലുള്ള വർക്കാണ് എടുക്കുക. അതുകൊണ്ട് എനിക്കതിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. ഐ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡാം എക്സ്പീരിയൻസ്. ദ ലാസ്റ്റ് 8 years ഞാൻ CMA ഇന്റർ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ പറഞ്ഞ FAയും കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. അത്രയും സബ്ജക്ട് നോളജ് ഉണ്ട്. അത് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാൻ മാത്രമുള്ള കോൺഫിഡൻസും എനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ, സോ നമ്മൾ ഈ ഒരു ഇന്റർ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 FA CA ഇങ്ങനെ എക്സാമിഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്യാനുണ്ട്. സോ അതെനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്കത് പറഞ്ഞു തരാൻ പറ്റും, അഡ്വൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ലക്കി ആണെങ്കിൽ, നമുക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓൾമൈറ്റ് നമുക്കത് ബ്ലസ് ചെയ്യട്ടെ, അതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സോ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ ക്ലാസ്സുകൾ വാങ്ങുന്നു, നേരെ ബേസിക്സ് ഇൻട്രൊഡക്ഷൻ കോഴ്സ് ഒന്നും കൂടി കാണുന്നു, അതിനുശേഷം FA ബേസിക്സ്, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഷെയർസിൻ്റെ വീഡിയോ ആണ് ഉണ്ടാവുക. ഇനി എങ്ങനെയാണ് ക്ലാസ് കാണുക, എങ്ങനെയാണ് പഠിക്കുക, അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നിങ്ങൾ FA ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ FA വെച്ച് ജസ്റ്റ് പറഞ്ഞുതരാം. FA ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് കാണേണ്ടത്? FA ബേസിക്സ് ആണ്. ആൻഡ് ചില കുട്ടികൾ പറയും, സർ ഞങ്ങൾക്ക് ഓൾറെഡി ഡെബിറ്റ് അറിയാം, ക്രെഡിറ്റ് അറിയാം, അങ്ങനെയൊക്കെ. നിങ്ങൾ ആദ്യം FA ബേസിക്സിൻ്റെ ക്ലാസ് വന്ന് കണ്ടു നോക്കൂ. അത് ഫുള്ളും ഒന്ന് കാണാനുള്ളൊരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം ഡാം ഷുവർ നിങ്ങൾ പഠിക്കാത്ത, നിങ്ങൾ കേൾക്കാത്ത നിങ്ങളുടെ പല കാര്യങ്ങളും ആ ക്ലാസ്സിൽ പറയുന്നുണ്ടാകും. അതുമാത്രമല്ല, നിങ്ങൾക്ക് അവ്യക്തത ഉള്ള, ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു ഹാപ്പിനെസ് ഫാക്ടർ ഇല്ലാത്തടത്തൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അടിച്ചു കയറും, നിങ്ങളുടെ ഹാപ്പിനെസ് ലെവൽ അടിച്ചു കയറും, നിങ്ങൾ വേറെ ലെവലായിരിക്കും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഫുള്ളും കാണണം. അല്ല എനിക്കത് അറിയാം, എനിക്ക് ഈ ചാപ്റ്റർ ഓക്കെയാണ്, എനിക്ക് ആ ചാപ്റ്റർ ഓക്കെയാണ്, എനിക്ക് ഈ ചാപ്റ്ററൊക്കെയാണ് വേണ്ടത്, ആ ചാപ്റ്ററൊക്കെയാണ് വേണ്ടത്, അതൊന്നും പറ്റില്ല. ലേൺ ഫ്രം ദ ബോട്ടം, ലേൺ ഫ്രം അവർ ലെവൽ ഓഫ് ഡിസ്കഷൻ, അവർ ലെവൽ ഓഫ് ഡീലിംഗ്. അവിടുന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുകയാണ്. എനിക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാൻ ഐ ക്യാൻ അപ്രീഷിയേറ്റ് യു. ആൻഡ് മാത്രമല്ല, റിസൾട്ട്സ് അത് നിങ്ങളുടേതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദാറ്റ്സ് ഇറ്റ്. സോ FA ബേസിക്സ് ക്ലാസ് നിങ്ങൾ കാണുമ്പോൾ ഫസ്റ്റ് ഏതൊരു ചാപ്റ്റർ, ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കാം, വെറുതെ ഒരു ചാപ്റ്ററിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഫൈനൽ അക്കൗണ്ട് അല്ല ഫസ്റ്റ് കാണേണ്ടത്, ഫസ്റ്റ് ചാപ്റ്റർ ആണ് കാണേണ്ടത്. സോ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കട്ടോ, ഒരു ഫസ്റ്റ് ചാപ്റ്റർ. ഇത് എങ്ങനെ കാണുന്നത് പഠിപ്പിച്ചു തരാം. ആദ്യം നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക്, ഒരു A4 സൈസുള്ള ലൈൻസ് ഉള്ള നോട്ട്ബുക്ക് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ, അതിപ്പോൾ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ അങ്ങനെ, ഐപാഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക മറ്റേതൊരു ടാബ് ആണെങ്കിൽ എവിടെ വേണമെങ്കിൽ ക്ലാസ് കാണാം, TV എവിടെ വേണമെങ്കിൽ കാണാം. നമ്മുടെ ആപ്പ് അത്രയും എന്താ പറയുക സെറ്റപ്പ് ആപ്പാണ്. ബിക്കോസ് ലൈക്ക് ഇന്ത്യയുടെ ടോപ്പ് നോച്ച് ഫാക്കൽറ്റീസ് ഒക്കെ ബൻവർ ബറോറ സാറൊക്കെ ചെയ്യുന്ന സെയിം പ്ലാറ്റ്ഫോമിലാണ് നമ്മളുടെ വീഡിയോ ഒക്കെ വരുന്നത്. സോ അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കും, നോ മാറ്റർ. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നില്ല, ഈ ക്വാളിറ്റിൻ്റെ മേലേക്കാണ് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, താഴേക്ക് ഉണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഉണ്ടാവും. സോ ഒരു A4 ലൈൻസ് ഉള്ള നോട്ട്ബുക്ക് വെച്ച് ക്ലാസ് കാണണം. ക്ലാസ് കാണുമ്പോൾ ചില സമയത്ത് പറയും പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്യാൻ പറയും. സോ നിങ്ങൾ അപ്പം നിർബന്ധമായിട്ടും നോട്ട്സ് എഴുതിയെടുക്കണം. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയില്ല, അതിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോട്ട്സ് കിട്ടും, അതും എൻ്റെ ഗ്യാരണ്ടിയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നോട്ട്സ് എന്ത് ചെയ്തിരിക്കുക, ഇതൊക്കെ തള്ളാണോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് വാങ്ങി കുട്ടികളൊക്കെ ചോദിക്കാൻ പറ്റും, നോ പ്രോബ്ലം. സോ എനിവേ, ഇവിടെ നമ്മളുടെ എന്ത് ചെയ്യുന്നു, ഈ നോട്ട്സ് എടുക്കുന്നു. അതിനുശേഷം ചില പ്രോബ്ലംസ് ഒക്കെ ഞാൻ നിങ്ങളോട് ചെയ്യാനല്ല പറയാം, ആദ്യം ഞാൻ ചെയ്ത് പഠിപ്പിച്ചു തരും. ഞാൻ ചെയ്ത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആ പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യും. ഓൾറെഡി നമ്മൾ ഫുള്ള് വീഡിയോ ചെയ്ത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ ടൈം തരും, അപ്പം മാത്രം. അല്ലാതെ നിങ്ങൾ നേരെ ചാടി കയറി ചെയ്യരുത്. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നു,
ആദ്യം നിങ്ങൾ വീഡിയോ മൊത്തം എന്ത് ചെയ്യുന്നു, വാച്ച് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ അതിലത്തെ പ്രോബ്ലംസ് എന്തെന്ന് ചെയ്യുന്നു. എന്നാൽ ചില പ്രോബ്ലംസ് അങ്ങനെയല്ല. സാറ് പറയും നമ്മൾ ക്വസ്റ്റ്യനൊക്കെ വായിച്ചിട്ട് ഞാൻ പോസ് ചെയ്യാൻ പറയും. പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളത് പറഞ്ഞതനുസരിച്ചിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക. സ്വന്തമായി ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ റെസ്യൂം ചെയ്തിട്ട് വീണ്ടും നിങ്ങളുടെ ആൻസറൊക്കെ ചെക്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ. അങ്ങനെ ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതിന് ശേഷം സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ ഹോംവർക്ക് ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഹോംവർക്ക് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ആപ്പൊക്കെ മാറ്റി വെച്ച് രാത്രി പഠിക്കാനിരിക്കുമ്പോൾ അതിൽ സാറ് തന്നിട്ടുള്ള എന്ത് ചെയ്യുക, ഹോംവർക്കും കൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. സോ അങ്ങനെ പറയുമ്പോൾ സ്റ്റഡി മെത്ത് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യും. സ്റ്റഡി മെത്ത് ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ് വാട്ട് എവർ യു വാണ്ട് ടു ഗെറ്റ് എക്സാംഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ചില നമ്മൾ ക്വസ്റ്റ്യൻസ് ഹോംവർക്കാണ് ചെയ്തത് എങ്കിൽ ആ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലാസ് കേട്ട കുട്ടിക്ക് ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. ഇഫ് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഹാവ് എ ഡെഡിക്കേറ്റഡ് എക്സ്ക്ലൂസീവ് ഡൗട്ട് ക്ലിയറിംഗ് ബാച്ച്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പേരിലായിരിക്കാം, HBRC FA ബാച്ച്, ബി ബാച്ച്, സി ബാച്ച്, ഡി ബാച്ച്, ഈ പേരിലായിരിക്കാം. സോ നിങ്ങൾ ഏത് ബാച്ചിലാണോ അഡ്മിഷൻ എടുക്കുന്നത് അതനുസരിച്ച് ഉണ്ടാവുക. അപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നിട്ട് ആ ഡൗട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ പറയും, ഓർ ഞാൻ തന്നെ അതിൻ്റെ സൊല്യൂഷൻ പറയും. ഇപ്പോൾ അതൊരു വോയിസിൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണം, ജസ്റ്റ് അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ചോദിക്കുക, സാർ ഈ ക്വസ്റ്റ്യൻ്റെ വീഡിയോ ചെയ്ത് തരാൻ പറ്റുമോ? ഓഫ് കോഴ്സ് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് വരെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയാണ്, അങ്ങനെ വന്നാൽ നിങ്ങളത് ചോദിക്കണം, ഞാനത് നൽകും വേണം. അപ്പോഴേ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഓപ്പൺ അപ്പിൽ പറയുന്നു, ഞാൻ അതിന് ഫ്ലെക്സിബിൾ ആണ്, എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യാൻ. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ ബാച്ചിലൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വരേണ്ടി വരില്ല. ബിക്കോസ് യു ഓൾ ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ആൻസേഴ്സ് ഇൻ ദ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം ലേണിംഗ് കഴിഞ്ഞു, അതായത് ഫസ്റ്റ് ടൈം എന്ത് കഴിഞ്ഞു, ലേണിംഗ് കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റിൻ്റെ പഠനത്തിലേക്ക് പോകുന്നു. മറ്റ് ലോ, ടാക്സ്, കോസ്റ്റ്, ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെയുള്ള പഠനത്തിലേക്ക് പോകുന്നുണ്ടാവും. OPM, SM അങ്ങനെ പഠനം പോകുന്നുണ്ടാവും. ശേഷം നിങ്ങൾ വീണ്ടും വന്നിട്ട് ഈ വൺ ടൈം നിങ്ങൾ ചെയ്ത് നോട്ട് എഴുതി പ്രോബ്ലം ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഇത് ഫുള്ളും ഒരു തവണ കൂടി ചെയ്യണം. വൺ മോർ ടൈം. ഒരു തവണ ചെയ്തു, ഒരു തവണ കൂടി ചെയ്യണം. ഓക്കെ അല്ലേ? ഒരു തവണയും കൂടി നിങ്ങൾ ഇതെല്ലതും ചെയ്യണം. ഈ രണ്ടാമത്തെ തവണ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യൻസ് എടുക്കുക, ആൻസർ ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുമ്പോൾ നേരത്തെ വീഡിയോയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ വീഡിയോയുടെ സപ്പോർട്ട് ഇല്ല. അപ്പോൾ സംടൈം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, സംടൈം ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ മനസ്സിലാവാത്ത കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ച് വേണമെങ്കിൽ വീഡിയോ റെഫർ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി ആ പ്രോബ്ലംസ് എല്ലതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്ത് എവറിത്തിങ് ചെയ്യണം. സോ ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് ടൈം ലേണിംഗ്. വൺ സെക്കൻഡ് ടൈം ലേണിംഗ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും നോട്ട്സിൻ്റെയും ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സ്കാനറിൽ ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് നമ്മളുടെ ഈ പറഞ്ഞ HBRC FA ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേരും വെച്ച് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് അപ്ലോഡ് ചെയ്യണം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെൻഡർ നമ്മളുടെ ഒരു എക്സൽ ഷീറ്റിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്തതായിട്ടും അവിടെ കാണിക്കും. കംഫർട്ടബിൾ ആണല്ലോ? സോ ഫസ്റ്റ് ടൈം ലേണിംഗ് കഴിഞ്ഞു, സെക്കൻഡ് ടൈം ലേണിംഗ് കഴിഞ്ഞു. ശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റ് ലേണിംഗിലേക്ക് പോകുന്നു, നിങ്ങളുടെ മദർ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ വീണ്ടും നിങ്ങൾ അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ FAയിൽ കാണുന്നുണ്ടാവും, കോർപ്പറേറ്റിൽ കാണുന്നുണ്ടാവും, അടുത്ത ചാപ്റ്റർ കാണുന്നുണ്ടാവും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഓരോ ചാപ്റ്ററും ചെയ്യേണ്ട ഒരു പ്രോസസ്സ് കേട്ടോ. ഇത് വെച്ച് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. ഇങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വീക്കിലി, ഇപ്പോൾ തൽക്കാലം വീക്കിലിയാണ്, അതായത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്കെഡ്യൂൾസ് മാറ്റും. വീക്കിലി ഓൺലൈൻ എക്സാംസ് ഉണ്ട്, ഓൺലൈൻ എക്സാം. യെസ്, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയപ്പോൾ പോലും സ്കെഡ്യൂൾഡ് കണ്ടക്റ്റഡ് എക്സാംസിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് ഓൺലൈൻ എക്സാംസ് ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റ് ടൈം ടു ടൈം പ്രോപ്പറായിട്ട് എക്സാംസ് നടത്തുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ എക്സാംസിൻ്റെ ഒക്കെ പേര് ഇങ്ങനെയാണ്: CA1, CA2 ആൻഡ് CA3. ഈ CA1 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് നമ്പർ 1, CA2 കണ്ടിന്യൂസ് അസസ് നമ്പർ 2 ആൻഡ് കണ്ടിന്യൂസ് അസസ് നമ്പർ 3. ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാവല് CA1 ഉം CA2 ആണ്. CA3 എൻഡ് ഗെയിം ആണ്, അത് ലാസ്റ്റാണ് ചെയ്യുക. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഫസ്റ്റ് ടൈം ലേണിംഗ് ചെയ്യണം, സെക്കൻഡ് ടൈം ലേണിംഗ് ചെയ്ത് ഫോട്ടോ എടുത്ത് PDF ആക്കി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണം. ആൻഡ് തേർഡ് ടൈം നിങ്ങളിങ്ങനെ അടുത്ത ചാപ്റ്റർ ഇങ്ങനെ കാണുന്ന സമയത്തായിരിക്കാം സാർ എന്ത് ചെയ്യുക, CA1 വീക്ക്ലി എക്സാംസ് അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. സോ January 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ
ഓക്കെ എവറി സൺഡേ ഒരു സാറ്റർഡേ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യും. അതൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പറ്റുന്ന ഒരു ഡേറ്റ് ഒക്കെയാണ് പറയാം. അല്ലാതെ തോന്നിയ ഡേറ്റ് ഒന്നുമല്ല, ഒരു കറക്റ്റ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. ആ ഡേറ്റിൻ്റെ അന്ന് രാത്രി 7:30 മണിക്ക്, ഓക്കെ വൈകുന്നേരം 7:30 മണിയാവുന്ന സമയത്ത് CA1 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അസസ് നമ്പർ 1 ആണ്. കമ്പൽസറി എക്സാം ആണ്, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. കമ്പൽസറി എന്ന് പറയുമ്പോൾ ഇത് ഓൺലൈനാണ്, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ സാറിന് ചീത്ത അറിയാനോ തല്ലാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയില്ലേ, ഈ പറഞ്ഞ എക്സംഷനും ഈ പറഞ്ഞ പാസ്സാവലും ഹാപ്പിനും ഒക്കെ വേണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. നമുക്കിങ്ങനെ വെറുതെ ആഗ്രഹങ്ങളോ ഒരു ക്ലാസ് വെറുതെ വാങ്ങുക അങ്ങനെ ഒന്നല്ല. നമുക്ക് പാസ്സാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം പാസ്സാവണം, അതിലേക്കുള്ള വർക്ക് എടുക്കണം. പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഏതെങ്കിലും ക്ലാസ് വാങ്ങി കണ്ടാലൊന്നും മാത്രം പോരാ. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ വർക്ക്സ് ഒക്കെ ചെയ്യണം. സോ ക്ലാസ് കാണൽ ഒരു പരിപാടി, അടുത്തത് വർക്ക്സ് ചെയ്യലാണ്. അത് വർക്ക്സ് എന്തായാലും ചെയ്യണം. നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റില്ല. സോ നിങ്ങൾ വർക്ക്സ് എന്തായാലും ചെയ്യണം. അതെനിക്ക് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറയും. ഒരു വർക്കും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ദയവേദി റെക്കോർഡ് ക്ലാസ് വാങ്ങാതിരിക്കുക നല്ലത്. എൻ്റെ നല്ല ആർതും വാങ്ങാതിരിക്കുക നല്ലത്. യു ഗെറ്റ് ഇറ്റ് എവറിബഡി, ഓഫ് കോഴ്സ് യെസ്. സോ അങ്ങനെയാണെങ്കിൽ CA1 ഒരു നമ്മളുടെ ബ്യൂട്ടിഫുൾ MCQ ടെസ്റ്റ് സീരീസ് ആണ്. എന്ത് MCQ ടെസ്റ്റ് സീരീസ് ആണ് CA1. ഇപ്പം നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് ചാപ്റ്റർ ആണോ പഠിച്ചത്, ആ ചാപ്റ്ററിൻ്റെ ഒരു ഡേറ്റ് 7:30 എക്സാംസ് പറഞ്ഞാൽ 7:30 ഇതിൻ്റെ MCQ ടെസ്റ്റ് സീരീസ് ലൈവ് ആവും. 7:30 മണി കൃത്യം നമ്മുടെ ആപ്ലിക്കേഷനിൽ MCQ ടെസ്റ്റ് സീരീസ് ലൈവ് ആവും. അപ്പോൾ 7:30 മണിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. MCQ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻ 2 മാർക്ക്, മൊത്തം 20 മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. 8 മണി വരെ ടൈം ഉണ്ടാവും ആ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് ശേഷം അത് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര ക്വസ്റ്റ്യൻസ് നഷ്ടപ്പെട്ടു, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ നിങ്ങൾക്ക് മീഡിയം ലെവൽ എത്ര ആൻസർ ചെയ്യാൻ പറ്റൂ, ലോ ലെവൽ ക്വസ്റ്റ്യൻ എത്ര ആൻസർ ചെയ്യാൻ പറ്റൂ, ടോപ്പ് നോച്ച് ക്വസ്റ്റ്യൻ എത്ര ആൻസർ, ഒരു ഗ്രാഫും ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനും എല്ലാം ഇതുള്ള നമ്മൾ ആപ്പ്, ഞാൻ പറഞ്ഞു നമ്മുടെ ആപ്പ് അങ്ങനെയാണ്. സോ അത്രയും ഇൻഫർമേഷൻസ് ഉള്ള അടിപൊളി ആപ്പാണ്. സോ ഡെഫിനറ്റ്ലി യു ഫീൽ എന്താ പറയുക, നല്ല കോൺഫിഡൻസ് ഈ ഒരു MCQ ടെസ്റ്റ് സീരീസ് ചെയ്താൽ. MCQ ടെസ്റ്റ് സീരീസിന് ശേഷം 8 മണിക്ക് CA2 ഓപ്പൺ ആവും. CA2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ചാപ്റ്ററിൻ്റെ MCQ ടെസ്റ്റ് അല്ലേ CA1 ചെയ്തത്, CA2 അതേ ചാപ്റ്ററിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ടെസ്റ്റാണ്, ടെസ്റ്റ് സീരീസ് ആണ് CA2 ആക്ച്വലി. ഓക്കെ, അപ്പോൾ 8 മണിക്ക് കൃത്യം നിങ്ങളുടെ അടുത്ത വിൻഡോ ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവും. ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം, ഇതൊക്കെ സ്വന്തമാണ് കേട്ടോ, എനിക്ക് കാണാനൊന്നും പറ്റില്ലല്ലോ, നിങ്ങൾ സ്വന്തമാണ് ഒരു പേപ്പർ എടുത്ത് നല്ല വൃത്തിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് 8 മണി മുതൽ 9:30 വരെയും ടൈമുള്ള ഒരു 9:15 ആകുമ്പോഴത്തേന് ഫിനിഷ് ചെയ്യണം. ആ ഒരു ടൈം ഫ്രെയിമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പേരൊക്കെ എഴുതി നമ്പറൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൊല്യൂഷൻ നല്ല വൃത്തിക്ക് സമാധാനപരമായിട്ട്. അപ്പോൾ 1 ടൈം ലേണിംഗ് ആദ്യം ചെയ്തിട്ട് സെക്കൻഡ് ടൈം ലേണിംഗ് ചെയ്ത് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം CA1 വേണ്ടി CA2 വേണ്ടിയിട്ട് ഒരു ഡേറ്റ് തരുമ്പോൾ ആ ഡേറ്റിൻ്റെ തലേ ദിവസവും അന്നേ ദിവസവും ഒരു തവണയും കൂടി അന്ന് നമ്മൾ അതായത് 1 ടൈമും 2 ടൈം ലേണിംഗ് ചെയ്ത ചാപ്റ്റേഴ്സ് ഒന്നും കൂടി പഠിക്കുന്നു. ദിസ് ഈസ് യുവർ തേർഡ് ടൈം ലേണിംഗ് ചെയ്ത് CA1 ചെയ്ത് CA2 ചെയ്ത് 9:30 മണി കൃത്യം അടുത്ത ടാബ് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾ ചെയ്ത എക്സാംസിൻ്റെ സൊല്യൂഷൻ നോട്ട് അവൈലബിൾ ആവും, ആൻസർ കീ അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സൊല്യൂഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ ഷീറ്റ് ആ സൊല്യൂഷൻ നോക്കി ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ഓൺ ആയിട്ട് മാർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും സ്കാൻ എടുത്തത് ഫോട്ടോ എടുക്കുക, അത് ജസ്റ്റ് PDF ആക്കിയിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അത് ഞങ്ങളുടെ മെൻറ്റർ നിങ്ങളുടെ എക്സൽ ഷീറ്റിലേക്ക് എന്ത് ചെയ്യും, ആഡ് ഓൺ ചെയ്യും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഈ CA1 CA2 ചെയ്ത അതേ ദിവസം നൈറ്റ് തന്നെ നിങ്ങൾ ഇനി ആ ചാപ്റ്ററിനെ മാപ്പ് ചെയ്യണം. എന്ത് മക്കളെ, മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് എന്താ പറയുക, എജുമാർട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഇതുണ്ടാവുമല്ലോ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ബുക്സും നോട്ട്ബുക്കൊക്കെ കിട്ടുന്ന എന്താ ഇനി പറയുക, അങ്ങനത്തെ ഷോപ്സ് ഇല്ലേ, അങ്ങനത്തെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ചെറിയ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉള്ള ബുക്സ് കിട്ടും, അല്ലെങ്കിൽ കോണ്ടാക്ട് ബുക്ക് പോലെ ചെറിയ ബുക്സ് കിട്ടും. ഫൈനൽ നമ്മുടെ നോട്ട്ബുക്കിലല്ല ഇത് എഴുതേണ്ടത്. ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് ഇതിൽ ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് ആണെങ്കിൽ ഫൈനൽ അക്കൗണ്ട് എഴുതിയിട്ട് ഈ ചാപ്റ്ററിനെ മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ തയ്യാറാവുകയാണ്. ഇപ്പോൾ നമ്മൾ 1 ടൈം ലേണിംഗ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്ത് സെക്കൻഡ് ടൈം ലേണിംഗ് ചെയ്യാൻ 1 ടൈം ലേണിംഗ് എടുത്ത ടൈം നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ആൻഡ്
ആൻഡ് തേർഡ് ടൈം ലേണിംഗ് CA1ഉം CA2ക്കും വേണ്ടിയിട്ട് 1 ടൈം എടുത്ത ലേണിങ്ങിന് ടൈം എടുത്തില്ല, 2 ടൈം ലേണിംഗിൽ വേഗം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇനി നമ്മൾ ഇതൊക്കെ ഈ ചാപ്റ്റർ ഇനി ഡിസ്കസ് ചെയ്യലൊന്നും ഇപ്പോഴല്ല. ഇനി നമുക്ക് വേറെ കുറേ ചാപ്റ്റർ ചെയ്യാനുണ്ട്. കോസ്റ്റിങ്ങും എഫും ടാക്സും ലോയും GSTയും പലതും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് ഈ ചാപ്റ്റർ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മളെ പണി. അതുകൊണ്ട് നമ്മൾ എക്സാംസിന് തലേത്തിന് വേണ്ടിയിട്ടും റിവിഷൻ ടെസ്റ്റ് സീരീസിന് വേണ്ടിയിട്ട് മാപ്പ് വേണം. അതിനാണ് ഇത്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് ഈ ഫൈനൽ അക്കൗണ്ട് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വന്നാൽ എങ്ങനെ ചെയ്യുക, അവിടെ വന്നാൽ ഇങ്ങനെ ചെയ്യുക, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യുക, ആ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യുക, സാർ തന്നുള്ള ട്രിക്സ് ആൻഡ് ട്രിക്സ് എന്താണ്, ടിപ്സ് ആൻഡ് ട്രിക്സ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുക, അങ്ങനെ ഫുള്ള്. അപ്പോൾ അത് ഈ മൊത്തം ഒരു 10-30 പേജിലുള്ള ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 2 പേജിലേക്കോ 3 പേജിലേക്കോ മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അത് റെഡിയായി. ഇനി നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 1 ടൈം 2 ടൈം ലേണിംഗ് ചെയ്തൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ മാപ്പ് എടുത്ത് നോക്കി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതാണ്. ഇതെന്തിനാണ്? നമ്മുടെ എക്സാംസ് തലേ ദിവസത്തിനെ ക്രാക്ക് ചെയ്യാൻ, എക്സാംസിന് തൊട്ടടുത്തുള്ള ആഴ്ചയെ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ റിസോഴ്സിനെ ശേഖരിക്കാനാണ് ഇപ്പോൾ നമ്മൾ മാപ്പ് ചെയ്ത്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എല്ലാ ചാപ്റ്ററിലും ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറ്റ് ഇതിലേക്ക് പോകുന്നു, തിരികെ വരുന്നു, വീഡിയോസ് കാണുന്നുണ്ടാവും, അപ്പം നിങ്ങൾ പഠനം കംപ്ലീറ്റ് ചെയ്യുന്നു 1 ടൈം. ഇതൊക്കെ അറിയാതെ ചെയ്യും. ഇതൊക്കെ നിങ്ങൾ അറിയാതെ ഇങ്ങനെ ചെയ്തു പോകും. വീഡിയോ കാണുമ്പോൾ തന്നെ 1 ടൈം ലേണിംഗ് കഴിഞ്ഞു, പിന്നെ സാറ് പറഞ്ഞു ഒന്നും കൂടി ചെയ്യണം എന്നല്ല, അപ്പോൾ ഒന്നും കൂടി ചെയ്തുകൊണ്ട് ഫോട്ടോ അപ്ഡേറ്റ് 2ാമത്തെ ലേണിംഗ് കഴിഞ്ഞു. പിന്നെ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച ശേഷം സാറിൻ്റെ ഒരു അപ്ഡേറ്റ് ഇട്ടുണ്ട്, മക്കളെ CA1ഉം CA2 റെഡി ആയിക്കണ്, അടുത്ത വീക്ക് ഈ ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റിന് തലേ ദിവസമോ മുമ്പത്തെ ദിവസമൊക്കെ ആയിട്ട് ഒന്നും കൂടി ആ ചാപ്റ്റർ പഠിക്കുന്നു. അപ്പോൾ CA3 തേർഡ് ടൈം ലേണിംഗ് കഴിഞ്ഞു, CA1ഉം CA2 എഴുതി മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അപ്പം തന്നെ മാപ്പ് ചെയ്ത് വെക്കുന്നു. 2 ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ മറ്റ് സബ്ജക്റ്റിനെ പഠനം. ഇതിങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോവുക. ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മളുടെ റെക്കോർഡ് ക്ലാസ്സിൽ നമ്മൾ പോകുന്ന ഒരു പരിപാടി. കംഫർട്ടബിൾ ആണല്ലോ. ഇത് CA1 ആൻഡ് CA2 ഇത് നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും സബ്ജക്റ്റിൻ്റെ 1 ടൈം ലേണിംഗ്, 2 ടൈം ലേണിംഗ്, തേർഡ് ടൈം ലേണിംഗ്, മാപ്പ് ഓൾസോ റെഡി. ഇങ്ങനെ എല്ലാ ചാപ്റ്ററും FA ആൻഡ് CA എല്ലാ ചാപ്റ്ററും റെഡിയും. അതേപോലെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിനെ പഠനവും ആ സമയം നടക്കുന്നുണ്ടാവും. അതിനുള്ള ഗൈഡൻസ് പോലും നമ്മൾ തരും. ഞാൻ ഇത് മാത്രം പഠിക്കാനല്ല പറയാം, മറ്റ് സബ്ജക്റ്റ് പഠിക്കാനുള്ള ടൈമുകൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. സോ അതൊക്കെ നിങ്ങൾ കിട്ടും. ശേഷം ലാസ്റ്റ് നമ്മൾ ഇതൊക്കെ വേഗം കഴിയുമല്ലോ, എക്സാംസിൻ്റെ കുറേ മുമ്പ്. ഇത്തവണ കുറേ ടൈം ഉണ്ട്. കഴിഞ്ഞ ബാച്ച് എന്ന് പറഞ്ഞാൽ റിസൾട്ടിന് ശേഷം നമ്മൾ അനൗൺസ് ചെയ്തിട്ട് അപ്പോൾ തന്നെ 100ഓളം കൂട്ടിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള FAക്കും 10-70ഓളം കൂട്ടിൽ CAക്കും അഡ്മിഷൻ എടുത്തൊരു ബാച്ച്, സക്സസ്ഫുൾ ബാച്ച് നമ്മൾ റൺ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇത്തവണ ഞാൻ പറയാം ഭയങ്കര വലിയ പ്ലാൻസ് ആണ് ഇത്തവണ. ഇത് വലിയ നമ്പേഴ്സ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വലിയ നമ്പേഴ്സ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. സോ അതിലേക്ക് നമുക്ക് വരാം. സോ നമ്മൾ ഏകദേശം ഒരു ജൂൺ എക്സാംസ് ആണെങ്കിൽ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ ആൻഡ് വി ഗോ ടു CA3. ഓക്കെ, ദിസ് ഇസ് ദ എൻഡ് ഗെയിം. ഈ ഫോൾഡർ ആക്ച്വലി അവൈലബിൾ ആണ്, പക്ഷേ നിങ്ങളിത് ഇപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട. നമ്മൾ CA3 ചെയ്യും. ആൻഡ് CA3 ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടികൾ ചെയ്യുന്നത്. ഏത് പരിപാടികൾ? അതായത് സോൾവിങ് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ CMA ഇന്റർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 22 സിലബസ്, 22 സിലബസിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്തിട്ട് ഫുള്ള് സൊല്യൂഷൻ ചെയ്ത് കാണിച്ചെന്ന വീഡിയോ ചെയ്യുന്നു. സോൾവിങ് ഓൾ MCQ ഫ്രം സ്റ്റഡി മെറ്റ് എല്ലാ MCQസും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർത്തെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ 16 സിലബസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഷെയർ ചെയ്യും. അപ്പോൾ CA3 എന്താണ്? എൻ ഗെയിം ആണ്. എൻ ഗെയിം നമ്മൾ എങ്ങനെയാണ് പ്ലേ ചെയ്യുക? എൻ ഗെയിം പ്ലേ ചെയ്യൽ 250 MCQ ക്വസ്റ്റ്യൻസ്, 250 MCQ ക്വസ്റ്റ്യൻസ് ഫോർ 2 മാർക്സ്, 500 മാർക്കിൻ്റെ 2000 മാർക്കിൻ്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ്, 2000 മാർക്കിൻ്റെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളുടെ എൻ ഗെയിമിൽ അവൈലബിൾ ആവും. സോ നിങ്ങൾ അതും ടെസ്റ്റാണ്, ഇങ്ങനെ ആപ്പ് ത്രൂ ഇങ്ങനെ ചെയ്താൽ മതി. എന്ത്? ഈ 250 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നു. അതുപോലെ 2000 മാർക്കിൻ്റെ PYQ ചെയ്യാൻ തരുന്നു, അത് നിങ്ങൾ ചെയ്യുന്നു. പിന്നെ കുറച്ച് മൈൻഡ് സെറ്റ് ഷെയർ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് നിങ്ങൾ മൈൻഡൊക്കെ സെറ്റാക്കി തരുന്നു. അത് നമ്മൾ യൂട്യൂബിൽ ആ വീഡിയോസൊക്കെ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. കുറച്ചും കൂടി വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ നേരെ നമ്മൾ എക്സാമിലേക്ക് പറഞ്ഞേക്കും. ദാറ്റ്സ് എന്താ പറയുക ഐഡിയ, ദാറ്റ്സ് എന്താ പറയുക നമ്മുടെ മൊത്തത്തിലൊരു ഓവറോൾ പ്ലാനാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മുടെ ബാച്ച് അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രീ ബുക്ക് ചെയ്യാം സ്ലോട്ട് എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ ഇതും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോഞ്ചിങ് ഓഫറിൻ്റെ പ്രൈസ് ലിസ്റ്റ്. ഇത് നല്ല പ്രൈസ് ആട്ടോ, വളരെ സിമ്പിൾ പ്രൈസാണ്, ചെറിയ പ്രൈസാണെന്ന് ഞാൻ പറയാം. കാരണം നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രയും ടോപ്പ് നോച്ച് ക്വാളിറ്റി ക്ലാസ് ആണ്. സോ പല കുട്ടികളും മറ്റ് ഓൺലൈൻ ക്ലാസ് ബൈ ചെയ്തിട്ട് 1700-നും 1900-നും 2000-നും 1500-നൊക്കെ ക്ലാസ് അവൈലബിൾ ആയിരിക്കാം. നിങ്ങളത് വാങ്ങാം, അത് നിങ്ങളുടെ ചോയ്സാണ്, അതെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞത് പൈസ വേസ്റ്റ് ചെയ്യാൻ പാടിയത് മാത്രമേ പറയാം. ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് മോർ ക്വാളിറ്റി, നിങ്ങൾ അതാണ് വാങ്ങേണ്ടത്. സോ പല ആൾക്കാരും അങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. സോ എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞത്, ഒറ്റ തവണ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക.
ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, 100% എന്താ പറയുക കോൺസെപ്ഷൻ നോളജ് ഗെയിൻ ചെയ്യുക, 100% കോൺഫിഡൻസും ഹാപ്പിനെസ്സും ഗെയിൻ ചെയ്യുക, പോയി എക്സാംസ് ചെയ്താൽ പാസ്സായി വരിക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ എക്സാംസ് ചെയ്തതിന് പാസ്സാവുന്നതൊക്കെ നമ്മളെ കയ്യിലുള്ളതല്ല, അതൊക്കെ വേറെ ഗെയിമാണ്. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അടുത്ത് ചെയ്യാൻ പറ്റും, അത് വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്, മനസ്സിലാക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ഇത് നമ്മളുടെ ഒരു ലോഞ്ച് ഓഫറാണ്. ആക്ച്വലി FA 5000 റുപ്പീസിൻ്റെ ക്ലാസ് ആണ്. ആ 5000 റുപ്പീസിൻ്റെ ക്വാളിറ്റി ആക്ച്വലി ഉണ്ട്. CA 4000 റുപ്പീസിൻ്റെ ക്ലാസ് ആണ്, അതിലുള്ള ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമ്മളൊരു ലോഞ്ച് ഓഫർ ഇട്ടിട്ടുണ്ട്, ഈ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോഞ്ച് ഓഫർ ഇടുന്ന മുമ്പ് തന്നെ ഞാൻ ആദ്യം പറയുന്നത് പ്രീ ബുക്ക് ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ഡിസംബർ 31 മുമ്പ് പ്രീ ബുക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസംബർ 31 24 മുമ്പ് പ്രീ ബുക്ക് ചെയ്യുന്നത് ഫസ്റ്റത്തെ 100 സ്റ്റുഡൻസിന് നമ്മൾ 2750 റുപ്പീസിന്, 5000 രൂപയുടെ ക്ലാസ് 2750 റുപ്പീസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ വാലിഡിറ്റി അപ് ടു എക്സാംസ് വരെ ഉണ്ടാവും. എക്സാംസ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസിൻ്റെ അന്ന്, എക്സാം കഴിഞ്ഞ ദിവസം വരെ എന്ത് ചെയ്യുക, അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് വാച്ചിങ്, അതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് വാച്ചിങ്. എത്ര തവണ വേണം എന്ത് ചെയ്യുക, വീഡിയോ കാണാം. 1 ടൈം 2 ടൈം 1.8 ടൈംസ്, ആ വക പരിപാടി ഒന്നുമില്ല. എത്ര തവണയും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, അതാ പരിപാടി. പിന്നെ 2750 ആണ് ഫസ്റ്റ് 100 സ്റ്റുഡൻസിൻ്റെത്. ഞാൻ പറഞ്ഞു, ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയാം. ഈ വീഡിയോ കണ്ട പല ആൾക്കാരും ഓൾറെഡി ക്ലാസ് ബുക്ക് ചെയ്ത കുട്ടികളാണ്, ഇതെനിക്കറിയാം. നമ്മൾ ബുക്കിംഗ് A ബാച്ച് ഫിനിഷ്, 50 സ്റ്റുഡൻസ് ബാച്ച് ഓൾറെഡി ഫിനിഷ് ആണ്. B ബാച്ച് അഡ്മിഷനാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 100 സ്റ്റുഡൻസിന് 2750 ബൈ ചെയ്യാം. ഡിസംബർ കഴിഞ്ഞാൽ ജാനുവരി മാസത്തെ അടുത്ത 200 സ്റ്റുഡൻസിന് 3000 റുപ്പീസാണ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ പ്രൈസ് എന്നാൽ ഞാൻ പറയുള്ളൂ, പ്രൈസ് കുറവാണ്. 3000 റുപ്പീസ് നിങ്ങൾക്ക് വാങ്ങും. ഇനി പ്രൈസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ദ പ്രൈസ്. എൻ്റെ ക്ലാസ് വേറൊരു ടീമാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ അവർക്കാണ് പേ ചെയ്യുക, അവരെ കയ്യിലാണ് ക്ലാസ് പർച്ചേസ് ചെയ്യുക, അവർ പിന്നീട് എന്നെ സെറ്റിൽ ചെയ്യാനാണ് ചെയ്യുക. പ്രൈസ് ആർ നോട്ട് ഫിക്സ്ഡ് ബൈ മൈ സെൽഫ്, അത് വേറെ ടീം വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ പ്രൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവർക്കാണ് പേ ചെയ്യുക, അവർ എന്നെയാണ് സെറ്റിൽ ചെയ്യുക. സോ 3000 നിങ്ങൾ പേ ചെയ്യുക. പക്ഷേ ഒറ്റ കാര്യം പറയുള്ളൂ, ഇറ്റ് ഹാസ് ദാറ്റ് എമൗണ്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി ആൻഡ് ദാറ്റ് എമൗണ്ട് ഓഫ് എന്ത് പറയുക, ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ പറ്റും ഈ ക്ലാസ് കൊണ്ട്. ഇതിന് ശേഷം കേട്ടോ, ജാനുവരിക്ക് ശേഷം ഈ പ്രൈസ് പിന്നെയും ഹൈക്ക് ചെയ്യാണ് ചെയ്യുക, പ്രൈസ് കുറയല്ലേ ചെയ്യുക, പ്രൈസ് കൂടുകയാണ് ചെയ്യുക. പിന്നെ പ്രൈസ് കുറയും കേട്ടോ, എപ്പോഴെന്നറിയോ, ലാസ്റ്റത്തെ മാസങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് ടൈമിലുണ്ട്. ഇപ്പോൾ 6 മാസം സമയമുണ്ട്, പിന്നെ 5 മാസം 4 മാസം സമയമുണ്ട്, അപ്പോഴൊന്നും കുഴപ്പമില്ല. പിന്നെ 3 മാസം 2 മാസം 1 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ പ്രൈസ് കുറയാണ് ചെയ്യുക. CA ആണെങ്കിൽ ഡിസംബർ മാസം ഇതേ പരിപാടി തന്നെ. ഫസ്റ്റ് 100 കൂടുതലേക്ക് 2250 ആണ്, പിന്നത്തെ 100 കൂടിക്ക് 2400 ആണ്. CAൻ്റെ പ്രൈസ് 2400 മേലേക്ക് ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ വെക്കുന്നത്. നമ്മൾ അത്രയാണ് ക്യാഷ് ചെയ്യുന്നുള്ളൂ, കംഫർട്ടബിൾ ആണല്ലോ, ഫൈൻ. ഇപ്പം നിങ്ങൾക്ക് ഇതിന് പ്രീ ബുക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന എൻ്റെ കോൺടാക്ട് നമ്പറാണ്. നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ലിങ്ക് ആക്സെപ്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് habibrahmanclasses.com എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെ നിന്ന് കാണാൻ പറ്റും. സോ ഇത്രയ്ക്ക് തന്നെ ഈ വീഡിയോ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ എന്താണ് ട്രൂ ആൻഡ് ഫെയർ ആണ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കിട്ടുന്ന ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്നുമില്ല, ഇത് ലോഞ്ചിങ് ഓഫർ, പിന്നെ കോംബോ ഓഫറിൻ്റെ പരിപാടി ഇപ്പം ഇനി ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾ വേഗം മെസ്സേജ് ചെയ്താൽ കോംബോ ഓഫർ കിട്ടും. സോ ഓൾമോസ്റ്റ് കോംബോ ഓഫർ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്, ദാറ്റ്സ് ഇറ്റ്. സോ ജസ്റ്റ് സെൻഡ് ഹായ് FA or CA to 9526188884. So see you there. Happy learning. Bye bye. That's all about this video. Bye bye.